إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രത്യേകം സജ്ജീകരിക്കുന്ന മഹത്വമേറിയ തണലിൻ്റെ കീഴെ നിൽക്കുവാനും സന്തോഷിക്കുവാനും സൗഭാഗ്യം ലഭിക്കപ്പെടുന്ന ധാരാളക്കണക്കിന് വിഭാഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ദാനധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെയാണ് ഇന്ന് ആ കൂട്ടത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിഭാഗം വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. അതായത് അയാൾ ധർമ്മം ചെയ്യുന്നു, സദഖ ചെയ്യുന്നു, ഫഅഖ്ഫാഹാ, ആ ധർമ്മത്തെ അയാൾ എന്തു ചെയ്യുന്നു? വളരെ രഹസ്യമാക്കി വെക്കുന്നു. എത്രത്തോളം അയാൾ ആ ധർമ്മം രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്? ലാ തഅലമ ശിമാലുഹു, അദ്ദേഹത്തിന്റെ ഇടത് കൈ അറിയുന്നില്ല. മാ തുൻഫിഖു യമീനുഹു, അദ്ദേഹത്തിന്റെ വലത് കൈ ചെലവഴിക്കുന്നത്. വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്തത്ര. എന്ന് പറഞ്ഞാൽ കൈ അറിയുക എന്നതല്ല, അത്രത്തോളം തന്റെ വലത്തെ കൈ തന്റെ ശരീരത്തിന്റെ തന്നെ ഒരു ഭാഗമായ വലത് കൈയും ഇടത് കൈയും എത്ര അടുത്താണ് അവ സ്ഥിതി ചെയ്യുന്നത്, അത്രത്തോളം അടുത്തുള്ള ഇടത് കൈയായിട്ട് പോലും തന്റെ വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിഞ്ഞില്ല. അത്ര സൂക്ഷ്മതയോടുകൂടി ഒരാൾ അറിയാതെ സ്വകാര്യമായി എന്റെ റബ്ബ് മാത്രം അറിയണം, അവൻ മാത്രം അറിയുന്നു, അവന്റെ പ്രതിഫലം മാത്രമേ ഞാൻ ലക്ഷ്യം വെക്കുന്നുള്ളൂ, മറ്റൊരു ഉദ്ദേശവും എനിക്കില്ല എന്ന നിലക്ക് അതീവ രഹസ്യമായി ധർമ്മം കൊടുത്ത വ്യക്തി അല്ലാഹുവിന്റെ പ്രത്യേകമായ തണലിന് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ കീഴെ മഹ്ശറിൽ അയാൾ അർഹനാണ്, യോഗ്യനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി ധർമ്മത്തിന്റെ പ്രാധാന്യമാണ്. കാരണം അയാളെ പറ്റി പറഞ്ഞത് അയാൾ ധർമ്മം ചെയ്യുന്നു എന്നാണല്ലോ. അപ്പൊ ധർമ്മത്തിനുള്ള ശ്രേഷ്ഠത,
ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതിന്റെ ശ്രേഷ്ഠത നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും പ്രയോഗരംഗത്ത് കൊണ്ടുവരേണ്ടതുമാണ്. നമുക്കറിയാം, സമൂഹത്തിൽ എല്ലാ ആളുകളും ഒരേ നിലവാരത്തിലുള്ള ആളുകളല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഭൂമുഖത്ത് ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഒരേ തോതിൽ സൗകര്യങ്ങൾ നൽകിക്കൊണ്ടല്ല. പലർക്കും വ്യത്യസ്തമായ നിലയിലാണ്. അവരുടെ കൂട്ടത്തിൽ സമ്പന്നരുണ്ട്, ഇടത്തരക്കാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, അതീവ ദരിദ്രരായ ആളുകളും ഉണ്ട്. ഇങ്ങനെ പല തട്ടുകളിലായിക്കൊണ്ടാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഇത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ചില ഹിക്മത്തുകൾ അതിന്റെ പിന്നിലുണ്ട്. എല്ലാ ആളുകളും ഈ ലോകത്ത് സമ്പന്നരായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒരു തൊഴിലും നടക്കില്ലായിരുന്നു. സമ്പന്നരായ ആളുകളാണ് ലോകത്ത് മുഴുവനുമെങ്കിൽ അവർക്ക് കീഴാളരായി അവരുടെ കീഴിൽ ജോലി ചെയ്ത് അന്നാന്നത്തെ നിത്യവൃത്തിക്ക് വേണ്ടി തൊഴിലെടുക്കാനും പണിയെടുക്കാനും തൊഴിലാളികളെ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതേപോലെ ഈ ലോകത്ത് മുഴുവൻ ദരിദ്രരാണ്, പട്ടിണി പാവങ്ങളാണെങ്കിൽ അവർക്കൊരു തൊഴിൽ നൽകാൻ, അവർക്കൊരു നേരത്തെ ആഹാരത്തിനുള്ള വക, അതിനുവേണ്ട അധ്വാനങ്ങൾ അവർ അധ്വാനിക്കുമാർ, അവർക്ക് വേണ്ട തൊഴിലുകളിലേക്ക് അവരെ ക്ഷണിക്കാൻ ആരാണ് ഈ ലോകത്തുണ്ടാവുക? അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പടച്ചവൻ ചിലരെ ഇങ്ങനെയാക്കി ചിലരെ ഇങ്ങനെയാക്കി എന്നൊക്കെ നമ്മളുടെ പരിമിതമായ കുറഞ്ഞ തോതിലുള്ള ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കത് പ്രയാസകരമായി തോന്നുന്നു. എങ്കിലും ഒരർത്ഥത്തിൽ ആലോചിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു സംവിധാനമല്ല ലോകത്തുള്ളതെങ്കിൽ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് അർഹമുർ-റഹീമീനായ നാഥൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ പല രൂപത്തിലുമാണ് ആളുകൾക്ക് സൗകര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അത് നിന്റെ റബ്ബാണ് തീരുമാനിക്കുന്നത്, അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. നമ്മളാരും ഉദ്ദേശിച്ച രൂപത്തിലല്ല നമുക്ക് ഇവിടെ സൗകര്യങ്ങൾ കിട്ടുന്നത്. ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. നിന്റെ രക്ഷിതാവാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖിനെ അവൻ വിശാലമാക്കി കൊടുക്കും, ചിലർക്ക് അവൻ വളരെ അളന്ന് കണക്കാക്കി കുടുസാക്കി കൊടുക്കുകയും ചെയ്യും. അവിടെയും ഇസ്ലാം ഒരു കാര്യം പറഞ്ഞു, അള്ളാഹു ആർക്കെങ്കിലും ധാരാളമായി കൊടുക്കുന്നതോ കൊടുക്കാതിരിക്കുന്നതോ, ആരെങ്കിലും പരിഗണിച്ചതിന്റെയോ ആരെങ്കിലും ആദരിച്ചതിന്റെയോ അല്ലെങ്കിൽ കൊടുക്കാത്തത് ആരെങ്കിലും അവഗണിച്ചതിന്റെയോ അനാദരിച്ചതിന്റെയോ ലക്ഷണമായി ആരും കാണാനും പാടില്ല. അള്ളാഹു ധാരാളമായി കൊടുത്തവർക്ക് അവരെ വല്ലാതെ സ്നേഹിച്ചിട്ടാണെന്ന് ആരും ധരിക്കണ്ട. തീരെ കിട്ടാത്തവർ നിരാശപ്പെടേണ്ട, എന്റെ റബ്ബ് എന്നെ അവഗണിച്ചല്ലോ, അവൻ എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്ന നിരാശാബോധവും വേണ്ട. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഈഹ ലോകത്തിലെ കേവല അലങ്കാരങ്ങൾ മാത്രമാണ് സമ്പത്തും സന്താനങ്ങളുമൊക്കെ. അത് അല്ലാഹ് കൊടുത്തുകൊണ്ടും പരീക്ഷിക്കും, കൊടുക്കാതെയും പരീക്ഷിക്കും. സമ്പത്തിനോട് കൂട്ടിപ്പറഞ്ഞതാണ് സന്താനങ്ങൾ. രണ്ടും പരീക്ഷണമാണ്. കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും, കൊടുക്കാതെയും പരീക്ഷിക്കും. കിട്ടിയവർ ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുമ്പോൾ, കിട്ടാത്തവർ സബർ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലത്തെ ആശിക്കുകയാണ് വേണ്ടത് എന്നതാണ് ഈ വിഷയത്തിലെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ സഹോദരങ്ങളെ, ഇസ്ലാം പറയുന്നു ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ പല തട്ടുകളിലുള്ള ആളുകളാണെന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, നിങ്ങൾ ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കണം. ഏറ്റവും വലിയ മുതലാളിയായ ഖാറൂൻ മുതലാളിയോട് പോലും അക്കാലഘട്ടത്തിൽ അയാൾ അഹങ്കരിച്ചുകൊണ്ട് നടന്നപ്പോൾ നാട്ടിലെ നല്ലവരായ മനുഷ്യന്മാരെ അയാളോട് പറഞ്ഞു, അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. ഓ ഖാറൂനോട് ആളുകൾ പറയാൻ തുടങ്ങി, നിങ്ങൾ എന്ത് ചെയ്യരുത്? അഹ്സിൻ, നിങ്ങൾ വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഐഹിക ലോകത്ത് നിങ്ങൾക്ക് കിട്ടിയ വിഹിതം നിങ്ങൾ അനുഭവിക്കുന്നതിന് നിങ്ങൾ മറക്കണ്ട. അതിന് ഇവിടെ ആർക്കും എതിർപ്പില്ല. ദുനിയാവിലെ സുഖങ്ങൾ നിങ്ങൾ കിട്ടിയത് ഉപയോഗിച്ചോളൂ. പക്ഷേ അല്ലാഹു നിങ്ങൾക്ക്
ഏറ്റവും കൂടുതൽ നന്മ നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് തന്നില്ലേ? ആ തന്നത് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണെന്ന ശുക്ർ മനസ്ഥിതിയോടുകൂടി ആളുകളിലേക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. അതേ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കരുതേ എന്നൊക്കെ ഖാറൂൻ മുതലാളിയോട് വരെ നാട്ടിലെ നല്ലവരായ ആളുകൾ പറഞ്ഞു നോക്കി. അയാൾ ധിക്കരിച്ചു, അയാൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി വെച്ചു പുലർത്തണം എന്നാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം നമ്മുടെ മനസ്സിൽ നിന്ന് പിശുക്ക് എന്ന് പറയുന്ന ഒരു മാരകമായ രോഗത്തിനത് പരിഹാരമാണ്. കൊടുത്തു പഠിക്കണം, കൊടുത്തു പഠിക്കണം. സ്വതക്ക ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അല്പമെങ്കിലും സ്വതക്ക ചെയ്തുകൊണ്ട് വളർത്തണം മക്കളെ പോലും. അവരുടെ കൈകൊണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വതക്കകൾ പോലും നമ്മുടെ മക്കളുടെ കൈകൊണ്ട് കൊടുപ്പിക്കുക. കാരണം എന്താണ്? അവരെയും ഈ രംഗത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ധർമ്മം ചെയ്യണം, ഇല്ലാത്തവരെ നമ്മൾ കണ്ടറിയണം, പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കണം എന്ന് അവരുടെ മനസ്സിലും ഒരു പ്രേരണയുണ്ടാക്കുമാറ് കുടുംബങ്ങളിൽ അതിനു വേണ്ട ഉത്ബോധനങ്ങൾ നടക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് സമൂഹത്തിലെ ദരിദ്രരായ ആളുകൾക്ക് സമ്പന്നരായ ആളുകളോട് പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പകയും വിദ്വേഷങ്ങൾക്കും അയവ് വരും എന്നുകൂടി ഇസ്ലാം കാണുകയാണ്. കാരണം ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുക, അവർക്ക് എല്ലാ സൗകര്യങ്ങളും, അത് കാണുകയാണ് പാവപ്പെട്ട കുറെ ആളുകൾ. അവർക്കൊട്ടും സൗകര്യങ്ങളില്ല, അവർ കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഈ മുതലാളി വർഗത്തോട്, ഈ സമ്പന്നരോട് പകയും വിദ്വേഷവും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിനൊരു പരിഹാരം കൂടിയാണ് അവരെ കണ്ടറിഞ്ഞ് സഹായിക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. അവർക്കല്ല ധാരാളം ബറക്കത്ത് കൊടുക്കട്ടെ എന്ന ഒരു പ്രാർത്ഥന പാവങ്ങളുടെ മനസ്സിലുണ്ടാവുകയാണ്. കാരണം അയാളുടെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ അയാൾ എന്നെ സഹായിച്ചത്, അയാൾ ഞങ്ങളുടെ കാര്യവും പരിഗണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾക്ക് അല്ല ഇനിയും കൊടുക്കട്ടെ എന്ന് ആ മനുഷ്യന്റെ വളർച്ചയിൽ ഒരു അസൂയ തോന്നാതെ അയാൾക്ക് ഇനിയും ബറക്കത്തല്ല കൂട്ടിക്കൊടുക്കട്ടെ എന്ന് പറയുമാറ് പാവങ്ങളായ ആളുകളുടെ മനസ്സിൽ ഒരു കൃത്യമായ ഒരു നല്ല ബോധമുണ്ടാക്കി എടുക്കുവാനും കൂടി സമൂഹത്തിന്റെ കെട്ടുറപ്പിന്, സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക്, മുതലാളി തൊഴിലാളി അല്ലെങ്കിൽ പാവപ്പെട്ടവൻ പണക്കാരി എന്നിവർക്കിടയിൽ വളർന്നു വരുന്ന അസൂയയുടെയും വിദ്വേഷത്തിന്റെയും പകയുടെയും ഒക്കെ പുകമറകളെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാവർക്കും ഇടയിൽ രഞ്ജിപ്പും ഐക്യവും ഉണ്ടാകുമാറാണ് ഇസ്ലാം സാമ്പത്തികമായ മേഖലയിൽ നിർദ്ദേശങ്ങൾ ഓരോന്നും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം എല്ലാവരോടും പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ റബ്ബിൽ നിന്ന് തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ള അവന്റെ പാപമോചനത്തിലേക്കും അവൻ മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും കുതിച്ചോളോ ജനങ്ങളെ. ആരാണ് മുത്തഖീങ്ങൾ എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ചെലവഴിക്കുന്നവരാണവർ. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു തആല സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലുമൊക്കെ ചെലവഴിക്കുന്നവരെയാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞത്, അവർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് സ്വർഗം കിട്ടണോ, അല്ലാഹുവിങ്കൽ നിന്ന് പാപമോചനം കിട്ടണോ, ഉള്ളതിൽ നിന്ന് ചെലവഴിക്കണം. അത് നമുക്ക് നല്ല സന്തോഷമുള്ള നേരത്തും ചെലവഴിക്കണം, സന്താപമുള്ള നേരത്തും ചെലവഴിക്കണം. ചില ആളുകൾ വലിയ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം സദഖ ചെയ്യും. ചില ആളുകൾ സന്തോഷമുള്ളപ്പോൾ മാത്രം സദഖ ചെയ്യും. ഖുർആൻ പറയുന്നത് യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ധർമ്മം ചെയ്യുന്നവർ, ചെലവഴിക്കുന്നവർ, അവർക്കാണ് മഗ്ഫിറത്ത്, അവർക്കാണ് സ്വർഗം. ഇത് നോക്കൂ, അല്ലാഹ് ഇതിന്റെ പ്രതിഫലത്തിന്റെ ഇരട്ടിയും അതിന്റെ വളർച്ചയും പറയുന്നു. യംഹഖുല്ലാഹു റിബാ വയുർബി സ്വദഖാത്ത്. പലിശയെ അല്ലാഹു നശിപ്പിച്ചു കളയുന്നു.
പലിശ റബ്ബ് മായിച്ചു കളയും. അഥവാ അതിന് ബറക്കത്തില്ല. പലിശ വാങ്ങിയിട്ട് ആരെത്ര മുതലാളിയായാലും അവന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല. അതിന്ന് മല പോലെ വന്നത് നാളെ മഞ്ഞ പോലെ അങ്ങ് ഉരുകിത്തീരും. അതിന് ബറക്കത്തില്ല. അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അതിന്റെ ബറക്കത്തുള്ള നശിപ്പിക്കും. അതേ അവസരത്തിൽ ധർമ്മം കൊടുത്തത് അങ്ങനെയല്ല. വയുറുബി സ്വദഖാത്ത് അയ്യസീദുഹാ വയുനമ്മിഹാ വയുദാഇഫു സവാബുഹാ. അതല്ല വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിനെ അല്ല ഇങ്ങനെ വളർത്തി വളർത്തി വലുതാക്കും. അതിന്റെ പ്രതിഫലം അവൻ ഇരട്ടിക്കിരട്ടിയാക്കി കൊടുക്കും. എത്രത്തോളം? ഉപമാരൂപത്തിൽ സൂറത്തുൽ ബഖറയിലെ 261 ആയത്തിലൂടെ റബ്ബ് പഠിപ്പിച്ചു. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്. അംബതത് സബഅ സനാബിൽ, ഒരു ധാന്യമണി നല്ല ഒരു മണ്ണിലേക്ക് അങ്ങെറിഞ്ഞാൽ അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മുളച്ച് 7 കതിരുകളെ അത് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബത്തിൻ, ഓരോ കതിരിലും 100 വീതം ധാന്യങ്ങളാ പിന്നീട് വിളയുന്നത്. അല്ലാഹു യുദാഇഫു ലിമൻ യശാ. ഒരു ധാന്യം എറിഞ്ഞപ്പോൾ അത് 700 ആയില്ലേ? അതുകൊണ്ടും നിൽക്കില്ല. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അൻവിനെയും ഇരട്ടിക്കിരട്ടിയായി കൊടുക്കും. അത്രമാത്രം കൊടുക്കാൻ മാത്രം കോടാനുകോടി സമ്പന്നര് ലോകത്തില്ലേ? ഇഖ്ലാസോടെ ധർമ്മം ചെയ്യുന്നവര് ഒട്ടേറെയില്ലേ? ഇവർക്കൊക്കെ ഇരട്ടിക്കിരട്ടി കൊടുക്കാൻ മാത്രം 700 അതിനപ്പുറമൊക്കെ ഇരട്ടിയായി കൊടുക്കാൻ മാത്രം പടച്ച റബ്ബിന്റെ അടുത്തുണ്ടോ? അല്ലാഹു വാസിഉൻ അലീം. അല്ലാഹ് വളരെയേറെ വിശാലനാകുന്നു. അവന്റെ ഖജനാവിൽ നിന്ന് കൊടുത്താ തീരൂല. നിങ്ങളുടെ അടുത്തുള്ളതേ തീർന്നു പോവുകയുള്ളൂ. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ അടുക്കലുള്ളതൊക്കെ തീർന്നു പോകാനുള്ളതാണ്. പടച്ച റബ്ബിന്റെ അടുക്കലുള്ളത് തീർന്നു പോവുകയില്ല. അവൻ അത്രയും വിശാലനാണ്. അലീം. ആർക്കൊക്കെ എത്ര തോതിൽ പ്രതിഫലം കൊടുക്കണം എന്ന് നന്നായി ഓരോരുത്തരെയും വ്യത്യസ്തമായി തിരിച്ചറിയാനും അവന് കഴിയും. കോടാനുകോടി മനുഷ്യന്മാര് ധർമ്മം ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും മനസ്ഥിതി എന്ത്, ഓരോരുത്തന്റെയും നിയത്തെന്ത് എന്ന് വേർതിരിച്ചറിയാൻ മാത്രം വിപുലമായ ഇൽമുള്ള അലീമാണ് റബ്ബ് എന്ന ആയത്തിലും ഓർമ്മപ്പെടുത്താൻ. അപ്പൊ നമുക്ക് സ്വർഗം കിട്ടാൻ, പാപമോചനം കിട്ടാൻ, വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു വമ്പിച്ച ബിസിനസ്സും കച്ചവടവുമാണ് ഇതെന്നാണ് അല്ലാഹ് പറയുന്നത്. അള്ളാന്റെ മാർഗത്തിലേക്കുള്ള ധർമ്മം അവന് വായ്പ കൊടുക്കലായിട്ടാണ് ഇസ്ലാം ഉപമിച്ചത്. ആരുണ്ട് അള്ളാഹുവിന് ഏറ്റവും മുന്തിയ കടം കൊടുക്കാൻ? അള്ളാന്റെ മാർഗത്തിലേക്ക് ധർമ്മം ചെയ്യുന്നത് കടം കൊടുക്കല് പോലെ. അങ്ങനെ റബ്ബവന്നതാ അതിന്റെ പ്രതിഫലം ഇരട്ടിക്കിരട്ടിയാക്കി കൊടുക്കുന്നു. അവന് മാന്യമായ പ്രതിഫലം വേറെയും അവൻ ഒരുക്കി വെക്കുന്നു. അപ്പൊ വലിയ പ്രതിഫലമാണ്, ഏറ്റവും വലിയ പ്രതിഫലമാണ്. അള്ളാന്റെ മാർഗത്തിൽ ഇത്തിരി കൂടുതലോ കുറവോ എന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടത്, വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്, ഉള്ളതിൽ നിന്ന് അല്പമെങ്കിലുമൊക്കെ കൊടുത്തു പഠിക്കണം, കൊടുത്ത് ശീലിക്കണം. കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് ശീലിച്ചാൽ അധികം കൊടുക്കുന്നതിൽ വിഷമം വരില്ല. തീരെ കൊടുക്കാത്തവന് ഒരു ചെറിയ സംഖ്യ കൊടുക്കുമ്പോ തന്നെ വല്ലാത്ത വിഷമുണ്ടാകും. അവന്റെ ഉറക്കം കളയും, കൊടുത്തുപോയല്ലോ, കൊടുത്തും പോയി എന്ന നിലക്ക്. കാരണം എന്താ? അവൻ അത് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ശീലമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു നഷ്ടവും വരാത്ത കാര്യമാണ് ധർമ്മം. യബ്ന ആദം, ഓ ആദമിന്റെ സന്തതി, അൻഫിഖ്, ചെലവഴിച്ചോ, ഉൻഫിഖ് അലൈക്, നിന്റെ മേൽ അതിന് ഇരട്ടിക്കിരട്ടിയായി നൽകപ്പെടും. നാളെ മഹ്ശറിൽ അതിന് വലിയ രൂപത്തിൽ നിനക്ക് കിട്ടും. ആരും ഭയപ്പെടേണ്ടതില്ല. ഉള്ള മുതൽ കുറഞ്ഞു പോകുമോ, ഉള്ള മുതൽ ഇല്ലാതായി പോകുമോ, അത് ശൈത്താനാണ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുക. ശൈത്താൻ പറയും കൊടുത്തു പോകരുത്. നല്ലൊരു മാർഗത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി മനസ്സ് വരുമ്പോൾ ശൈത്താൻ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്ത്? ഫഖീറായി പോകും, കൊടുക്കണ്ട. അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ, ശൈത്താൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നത് ദാരിദ്ര്യത്തെയാണ്.
എന്നാലോ മോശപ്പെട്ട കാര്യത്തിലേക്ക് കൊടുക്കാൻ ശൈത്താൻ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ നമുക്ക് ദാരിദ്ര്യം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നല്ലൊരു കാര്യത്തിന് കൊടുക്കാൻ ഒരുങ്ങുമ്പോ ശൈത്താൻ എന്തൊക്കെ തോന്നിപ്പിക്കുന്നറിയോ? തലമുറയായിട്ട് വരാൻ പോണ കാര്യങ്ങൾ വരെ തോന്നിപ്പിക്കും. ഞാനൊക്കെ അത് കൊടുക്കേ, എന്താപ്പന്റെ സ്ഥിതി, വീടായോ, എല്ലാ പ്രശ്നങ്ങള്, ഇനിയിപ്പോ വിവാഹം കഴിക്കാനായി ഓരോ പ്രശ്നങ്ങള് എന്തൊക്കെ, നീ അവസാനം ഭാര്യ ഗർഭിണി പ്രസവിച്ച് പെൺകുട്ടിയാ, നീ അതുമല്ല പിന്നെ ഗർഭത്തിലുണ്ട്, അതെന്താകും, ഇങ്ങനെയൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് അടി മാന്തുന്ന രൂപത്തിൽ ഇബ്ലീസ് ഇങ്ങോട്ട് കണക്കുകൾ അവതരിപ്പിക്കും. എന്തിന് നല്ല മാർഗത്തിലേക്ക് കൊടുക്കാൻ വല്ല ആലോചനയും മനസ്സിൽ തോന്നുന്നുവെങ്കിൽ അത് ഇല്ലാതാക്കാൻ ഇബ്ലീസ് അത് ഫഖർ ദാരിദ്ര്യം പറഞ്ഞു പേടിപ്പിക്കും. അതേ അവസരത്തിൽ തോന്നിവാസത്തിനെ കൊടുക്കുകയാണെങ്കിൽ ശൈത്താൻ ഇതൊന്നും ഓർമ്മിപ്പിക്കൂല. അപ്പൊ ശൈത്താൻ എന്താ പറയാ, കൊടുക്കാതെ അത്രയൊന്നും കൊടുത്താൽ പോരാ, നിന്റെ സ്റ്റാറ്റസ് കാത്തു സൂക്ഷിക്കണ്ടേ, നീ സമൂഹത്തിൽ അറിയപ്പെടുന്നയാളല്ലേ, നീ മോശമാകാൻ പറ്റുമോ, നീ സമൂഹത്തിൽ കുറഞ്ഞു പോകാൻ പാടുണ്ടോ, കൊടുക്ക്, 10,000 വിചാരിച്ചവനോട് പറയും 25,000 കൊടുക്കുകയെന്ന്. അതെ, മോശപ്പെട്ട കാര്യത്തിലേക്ക് നല്ല പ്രോത്സാഹനം ശൈത്താൻ കൊടുക്കും. അതാ അല്ലാഹു തുടർന്നു കൊണ്ട് പറയുന്നത്, മോശപ്പെട്ട കാര്യത്തിൽ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു അവന്റെ റസൂലിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണ്, സന്തോഷ വാർത്ത എന്താണ്? ഒരാളും മുതലിൽ നിന്ന് ധർമ്മം കൊടുത്തത് കൊണ്ട് മുതലൊട്ടും കുറയൂല. മുതൽ കൂടലല്ലാതെ അതിൽ ബറക്കത്ത് ചൊരിയലല്ലാതെ കൊടുത്തത് കൊണ്ട് ധർമ്മം കൊടുത്തിട്ടൊരാളും പൊളിഞ്ഞു പോകൂല. ഒരുപാട് കൂട്ടിവെച്ചിട്ട് ഇവിടെ ആർക്കും ദീർഘായുസ്സും കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടൊരാൾ പൊളിഞ്ഞും പോയിട്ടില്ല. അറൂനി ബഖീലൻ ത്വാല ഉംറൻ ബിബുഖിലിഹി. ആരെങ്കിലും പിശുക്ക് കാണിച്ചിട്ട് വലിയ മുതലാളിയായതൊന്ന് കാണിക്കാമോ? അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് ആപത്തുകൾ. അതേ അവസരത്തിൽ കൊടുത്തത് കൊണ്ട് ആരെങ്കിലും പൊളിഞ്ഞു പോയിട്ടുണ്ടോ? അതും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. മലക്കുകളതാ ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയാണ്, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി. ഒരടിമയും ഈ ലോകത്ത് പ്രഭാതത്തിൽ അവൻ എഴുന്നേൽക്കുന്നില്ല. അള്ളാഹുവിന്റെ അടിമകൾ ഈ ലോകത്ത് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ഒരൊറ്റ ദിവസവുമില്ല. ഇല്ലാ മലക്കാനി യൻസിലാൻ. 2 മലക്കുകളതാ എല്ലാ ദിവസവും ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്. ഒരു മലക്ക് പറയുന്നു, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫാ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ കൂടുതൽ കൊടുക്കണേ. അത് പറയുമ്പോൾ വയഖൂലുൽ ആഖറു, മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫാ. നിന്റെ മാർഗത്തിലേക്ക് ഒന്നും ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്കന് നാശം നീ കൊടുക്കണേ. അവനെ എല്ലാ രൂപത്തിലുള്ള ബറക്കത്തിൽ നിന്നും നീ മുറിച്ചു കളയണേ. അതേ, മലക്കുകൾ എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും കഴിഞ്ഞു പോകുന്നില്ലെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ബുഖാരിയും മുസ്ലിമും ഒക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, നമുക്ക് ബറക്കത്ത് കിട്ടുന്നു എന്ന് മാത്രമല്ല, സമൂഹത്തിന് ബറക്കത്ത് കിട്ടുന്നു. സമൂഹത്തിന് കിട്ടാൻ പോകുന്ന ബറക്കത്തിന്റെ മുടക്കികളായി മാറാൻ നമ്മൾ പാടില്ല. അതേ, ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമല്ലേ മഴ കിട്ടുന്നത്? മഴക്ക് പോലും മുടക്കം വരും നമ്മൾ ധർമ്മം കൊടുക്കാതിരുന്നാൽ, നിർബന്ധ സകാത്തിൽ കമ്മി വരുത്തിയാൽ. മാമന ഖൗമുൻ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ. ഏതൊരു ജനത അവരുടെ സമ്പത്തിന്റെ സകാത്തിനെ തൊട്ട് തടയുന്നുവോ, ആ ജനതക്ക് മുനിഉൽ ഖത്റ മിനസ് സമാ, വാനലോകത്ത് നിന്നുള്ള മഴവർഷം തടയപ്പെടും. അതേ, മഴ കുറയുമ്പോ നമ്മൾ വിചാരിക്കും അതെന്തായി കുറി മഴയില്ലാത്തത്. അവനവന്റെ തെറ്റുകളാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ധർമ്മം കുറയുമ്പോൾ, സകാത്തിൽ പാളിച്ച പറ്റുമ്പോൾ, അത് പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കാതെ പൂഴ്ത്തിവെക്കുമ്പോൾ, ജീവജാലങ്ങൾക്കും ജന്തുലോകത്തിനും സസ്യലതാദികൾക്കും വരെ ആവശ്യമായ തെളിനീരിന്റെ വർഷം പോലും മുട്ടിപ്പോകുന്നു, തടയപ്പെടുന്നു എന്ന് വരുമ്പോൾ, സകാത്ത് കൊടുക്കാത്തവന് എന്തെല്ലാം രൂപത്തിലുള്ള ദോഷമാണ് അതിലൂടെ വരാൻ പോകുന്നത്. അത്ര ഗൗരവമാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച്, പ്രയാസമുണ്ടായാലും ഇല്ലെങ്കിൽ കഴിവിനനുസരിച്ച് ഉള്ളത് ഒരു ദിർഹമാണ് കൊടുക്കുന്നതെങ്കിലും അത് ആത്മാർത്ഥതയാണ്. അതാണല്ലോ ഇവിടത്തെ വിഷയം.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിസ്സാരമാണെന്ന് വിചാരിക്കണ്ട. നിസ്സാരമാണോ നിങ്ങൾ കൊടുക്കുന്നതെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന നിസ്സാരമായ സംഖ്യ നിങ്ങളെ അപേക്ഷിച്ച് വൻ സംഖ്യയാണ്. പടച്ച റബ്ബിനല്ലേ നിങ്ങളുടെ ആസ്തി അറിയുന്നത്. ഓരോരുത്തരുടെയും ആസ്തി റബ്ബിനല്ലേ അറിയുക. ഒരുപാട് മുതലുള്ളവൻ കൊടുക്കുന്നതും ഇല്ലാത്തവൻ അവൻ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സബഖ ദിർഹമുൻ മിഅത അൽഫി ദിർഹം. 1,00,000 ദിർഹമിനെ കവച്ചു വെക്കുന്ന ഒരു ദിർഹമുണ്ട്. 1,00,000 ദിർഹമിനെ കവച്ചു വെക്കുന്ന ഒരു ദിർഹമുണ്ട്. ഇതിനെ നബി അങ്ങ് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, വകൈഫ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അതെങ്ങനെയാണ് 1,00,000ത്തെയും കവച്ചു വെക്കുന്ന ഒരു ദിർഹം എങ്ങനെയാണ്? നമുക്കുണ്ടാവില്ലേ മനസ്സിലാ സംശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞു കൊടുക്കുന്നു, കാനലി റജുലിൻ ദിർഹമാനി. അതേ, മുൻഗാമികളിൽ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്കതാ അയാളുടെ ആകെ ആസ്തി 2 ദിർഹമാണ്. 2 ദിർഹം മാത്രം ആസ്തിയുള്ള പാവപ്പെട്ട മനുഷ്യൻ ധർമ്മം ചെയ്യൽ അനിവാര്യമായ ഒരു ഘട്ടമെത്തിയപ്പോൾ തസദ്ദഖ ബിഅഹദിഹിമാ, ഉള്ളതിന്റെ പകുതി അങ്ങ് ധർമ്മം ചെയ്തു. 1 ദിർഹമാ കൊടുത്തത്. അതേ അവസരത്തിൽ ഒരു വലിയ സമ്പന്നനയാള്, വലിയ കോടീശ്വരനാണ്, വലിയ സമ്പന്നനാണ് അയാള്. ആ സന്നിഗ്ധമായ ഘട്ടത്തിൽ അയാൾ എന്തു ചെയ്തു? 1,00,000 ദിർഹമാണ് അയാൾ കൊടുക്കുന്നത്. അതിന്റെയും അപ്പുറം കൊടുക്കാൻ അയാൾ കഴിവുള്ളവനാണ്. അത്രയും ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കണ്ടോ 1,00,000ത്തെ കവച്ചു വെച്ച 1 ദിർഹമുണ്ട്. എന്താ അവിടെ മാനദണ്ഡമായത്? എന്താണ് അവിടെ മാനദണ്ഡമായത്? കൊടുത്ത തുകയുടെ അളവല്ല, കൊടുക്കുന്നവന്റെ മനസ്സിന്റെ ആ തെളിമയാണ്. അവന്റെ പ്രയാസം എത്രയാണ് അത് മാലോകരറിയേണ്ടതല്ല. അവനും അവന്റെ റബ്ബും മാത്രം അറിയുന്ന സ്വകാര്യമാണ്. അതാണ് ഇവിടുത്തെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറയുന്നതും അതാണ്. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, ജന്തുക്കൾക്ക് നൽകുന്നത് പോലും. നബി തങ്ങളോട് ചോദിച്ചില്ലേ, അലനാ ഫിൽ ബഹായിമി അജ്റുൻ യാ അല്ലാഹുവിന്റെ റസൂലേ, മൃഗങ്ങൾക്ക് ജന്തുക്കൾക്ക് ഞങ്ങൾ വല്ലതും കൊടുത്താൽ പോലും അതിൽ പുണ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫീ കുല്ലി ദീ കബിദിൻ റത്ബിൻ അജ്റുൻ. പച്ചക്കരളുള്ള ഏത് ജീവിക്ക് നിങ്ങൾ എന്ത് കൊടുത്താലും അതിലൊക്കെ പുണ്യമുണ്ട്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരാള് നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അയാൾ സ്വർഗ്ഗക്കാരനായി, പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു പൂച്ചയെ പുറത്തേക്ക് അഴിച്ചു വിടാതെ അതിന്റെ ഭക്ഷണം തേടാൻ പോലും അനുവദിക്കാതെ ക്രൂരമായി കെട്ടിയിട്ട് കൊന്നയാൾ നരകാവകാശിയായി മാറിയെന്ന് ഇസ്ലാം പറയുന്നത് എന്തുകൊണ്ടാ? അവിടെയൊക്കെ ആരോടും കാരുണ്യം വേണം, കരുണയുള്ള മനസ്സ് വേണം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിപ്പോ ധർമ്മത്തിന്റെ പ്രതിഫലമാണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ഈ ഹദീസിന്റെ 2ാമത്തെ വശമായി മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യന്റെ ഇഖ്ലാസാണ്. ഇഖ്ലാസാണ് ഇവിടെ അയാൾക്ക് തണൽ അതിന് അർഹനാക്കിയത്. എന്താണ് ഇവിടെ ഇഖ്ലാസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അയാൾ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇസ്ലാമികമായി രഹസ്യമായി ചെയ്യുന്ന ധർമ്മങ്ങൾ, ഇന്ന സ്വദഖത സിർരി, സ്വകാര്യമായി കൊടുക്കുന്ന ധർമ്മം, തുത്ഫിഉ ഗദബർ റബ്ബി, റബ്ബിന്റെ കോപത്തെ അത് അണച്ചുകളയും. റബ്ബിന്റെ കോപത്തെ അത് അണച്ചുകളയുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ ധർമ്മം ചെയ്തിട്ട് ആ ധർമ്മം ഒരു വേള നമ്മൾ വിചാരിച്ചത് നല്ലവരുടെ കൈകളിൽ എത്തണം എന്നാണ്. എന്നിട്ട് നമ്മളുടെ വിചാരവും നമ്മുടെ ഉദ്ദേശവും 100% ശരിയായിരുന്നു. പക്ഷേ ആ സമ്പത്ത് പിന്നീട് എത്തിപ്പെട്ടത് നമ്മൾ അറിയാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില ആളുകളുടെ കൈകളിലാണെന്ന് വന്നാലും കൊടുത്ത നമ്മളുടെ കൂലിക്ക് കുറവില്ല. നബി തങ്ങൾ അതും വിശദീകരിച്ചു തരുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സംഭവം. ഖാല റജുലുൻ, ഒരാൾ പറഞ്ഞു ഒരിക്കൽ, ലാ തസദ്ദഖന്ന ലൈലത ബിസദഖ, ഇന്ന് രാത്രി ഞാൻ ഒരു ധർമ്മം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അയാൾ നേർച്ചയാക്കുകയാണ്. അയാളതാ സത്യം ചെയ്തുകൊണ്ട് പറയും, ഞാൻ ഇന്ന് ധർമ്മം ചെയ്യും, ഇന്നത്തെ ദിവസം. അങ്ങനെ അയാൾ ധർമ്മം കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഫീ യദി സാനിയ, ഒരു വേശ്യയുടെ കയ്യിലാണ് സദഖ കൊടുത്തത്. അയാൾ
ഇയാൾക്കറിഞ്ഞുകൂടെ ഈ പെണ്ണെന്ത് പെണ്ണാണെന്ന്, ഈ പെണ്ണ് മോശക്കാരിയാണോ അല്ലേ എന്നറിഞ്ഞുകൊണ്ടല്ല. അദ്ദേഹം കൊടുത്തത് വളരെ സ്വകാര്യമായിട്ട് കൊടുത്തത് ഒരു സ്ത്രീക്ക്, വളരെ ഇഖ്ലാസോടെ കൊടുത്തത് ഒരു സാനിയത്തായ വേശ്യയുടെ കയ്യിലായി പോയി. ഫസ്ബഹു യതഹദ്ദസൂന, നബിതങ്ങൾ പറയാണ്, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം. നബിതങ്ങൾ പറയുന്നു, ആളുകൾ നാട്ടിൽ പിറ്റേന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. തുസുദ്ദിഖൽ ലൈലത അലാ സാനിയ, ഒരു വേശ്യക്ക് ഇന്നലെ വലിയ സ്വതക്ക കിട്ടിപ്പോയി. അപ്പോഴായി മനുഷ്യൻ അറിയുന്നത്, ഇന്നലെ ഞാൻ കൊടുത്തതിനെ പറ്റിയാണ് ആ പറയുന്നത്. ആളുകൾ അത് അറിഞ്ഞു. ഇന്നലെ ഞാൻ കൊടുത്തൊരു സ്വതക്ക ഒരു വേശ്യയുടെ കയ്യിലായി പോയി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അലാ സാനിയ, പടച്ച റബ്ബേ നിനക്കാണ് സ്തുതി. എനിക്കറിഞ്ഞൂടാ ആരുടെ കയ്യിലാ എന്റെ സ്വതക്ക എത്തിപ്പെടൽ ഖൈർ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അത് അവിടെ എത്തി, ഞാൻ ഉത്തരവാദിയല്ലല്ലോ. നാഥ നിന്റെ ഉദ്ദേശമാണ് നടക്കുക, എന്റെ ഉദ്ദേശമല്ലല്ലോ നടക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. വീണ്ടും അദ്ദേഹം പിന്നെയും പറയുന്നു, ഇന്നും ഞാൻ ധർമ്മം ചെയ്യും. അങ്ങനെ അയാള് ധർമ്മം കൊടുത്തു. ഒരു സമ്പന്നനായ ആൾക്കാണ് അയാൾ കൊടുത്തത്, ഫക്കീറാണെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോഴും പിറ്റേന്ന് ആളുകൾ പറയാൻ തുടങ്ങി, സമ്പന്നനും മുതലാളിക്കും സ്വതക്ക കിട്ടാൻ തുടങ്ങിയല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇന്നലെ ഞാൻ കൊടുത്തത് പാവപ്പെട്ട മനുഷ്യനാണെന്ന് വിചാരിച്ചു കൊടുത്തത് വലിയ മുതലാളിക്കായി പോയി. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലാ ഗരീൻ, പടച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. എന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ലല്ലോ, എനിക്ക് കഴിവുള്ളതല്ലല്ലോ, നിന്റെ ഉദ്ദേശമാണല്ലോ സംഭവിക്കുക. വീണ്ടും അതാ മൂന്നാമത്തെ ദിവസം അദ്ദേഹം നിശ്ചയിക്കുന്നു, ലാ തസദ്ദഖന്ന ബിസദഖ, ഞാൻ ധർമ്മം ചെയ്യുക തന്നെ ചെയ്യും. സ്വതക്കയുമായി അദ്ദേഹം പുറപ്പെട്ട് പിറ്റേന്ന് അദ്ദേഹം കൊടുത്തു നോക്കുമ്പോൾ കൊടുത്തത് എവിടെയാണ്? ഫവദഅഹാ ഫീ യദി സാരിഖിൻ, ഒരു കള്ളന്റെ കയ്യിലാണ് ധർമ്മം കൊടുത്തു പോയത്. ആളുകൾ പറയാൻ തുടങ്ങി, തുസുദ്ദിഖ അലാ സാരിഖിൻ, കള്ളന്മാർക്കും സ്വതക്ക കിട്ടിപ്പോയി, കള്ളനും ഇന്നലെ ധർമ്മം കിട്ടി. അദ്ദേഹം അത് കേട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലാ സാനിയ വഅലാ ഗനിയിൻ വഅലാ സാരിഖിൻ. കൊടുത്ത ധർമ്മം ഒന്ന് വേശ്യക്കായി പോയി, ഒന്ന് മുതലാളിക്കായി പോയി, മറ്റൊന്നതാ മോഷ്ടാവിന്റെ കയ്യിലുമായി പോയല്ലോ. ഞാൻ ഉത്തരവാദിയല്ലല്ലോ റബ്ബേ, എന്റെ മനസ്സ് നീ അറിയുന്നവനാണല്ലോ. അയാളുടെ മനസ്സിങ്ങനെ, അദ്ദേഹം ഇങ്ങനെ റബ്ബിനോട് ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യനോടതാ പറയപ്പെടുന്നു. എങ്ങനെയാ പറയപ്പെടുന്നു? ഒന്നുകിൽ സ്വപ്നത്തിലാവാം, അതല്ലെങ്കിൽ ഒരു അശരീരി കേട്ടതാവാം. എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ്. അദ്ദേഹത്തിനോട് പറയപ്പെടുന്നു, മാ സദഖതുക ഫഖദ് ഖുബിലത്, വിഷമിക്കണ്ട സഹോദരാ, നിങ്ങളുടെ ധർമ്മം 100% സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അമ്മസാനിയ, ഒരു വേശ്യയല്ലേ അത് വാങ്ങിയത്, ഫലഅല്ലഹാ തസ്തഇഫു ബിഹാ അൻ സിനാഹാ, നിങ്ങൾ കൊടുത്ത ഒരൊറ്റ ധർമ്മം കൊണ്ട് ആ വേശ്യപ്പെണ്ണ് അവളുടെ വേശ്യാവൃത്തി ദാരിദ്ര്യം കൊണ്ട് നടത്തുന്ന പണിയായിരിക്കാമല്ലോ. ആ പെണ്ണ് നിങ്ങളുടെ ധർമ്മം കിട്ടിയത് കൊണ്ട് ആ പണിയിൽ നിന്ന് മാറിപ്പോയേക്കാൻ സാധ്യതയേറെയാണല്ലോ. അതുകൊണ്ട് അതിന് കാരണമായിട്ടുണ്ട്, നിങ്ങളുടെ ധർമ്മം അതിന് നിമിത്തമായിട്ടുണ്ട്, നിങ്ങൾക്ക് വലിയ സന്തോഷത്തിന് വകയുണ്ട്. മുതലാളിക്ക് കിട്ടിയതിലും വിഷമിക്കണ്ട, അയാളും ഒന്ന് പാഠം പഠിക്കുമല്ലോ. എന്റെ കയ്യിൽ സ്വത്തുണ്ടായിട്ട് ഞാൻ ചെലവഴിക്കുന്നില്ലല്ലോ, ഞാനും ചെലവഴിക്കേണ്ടവനാണല്ലോ എന്ന ഒരു ഗുണപാഠം അയാൾക്ക് കിട്ടിയിട്ട് അയാൾക്കല്ല കൊടുത്തതില്ലെന്ന് അയാൾക്കും ചെലവഴിക്കാൻ തോന്നുമല്ലോ. നിങ്ങൾക്കത് ഖൈറായി പോയില്ലേ? ഇനി മോഷ്ടാവിന്റെ കാര്യവും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അയാള് നിങ്ങളുടെ ധർമ്മം കാരണം മോഷണവൃത്തിയിൽ നിന്ന് അയാൾ ഒഴിവായി പോകുന്നു. നിങ്ങൾക്ക് സന്തോഷിക്കാമല്ലോ, വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ നോക്കണം, ഇവിടെയൊക്കെ എന്താ ഒരാളുടെ മനസ്ഥിതി റബ്ബ് നോക്കുന്നത്. അയാൾ 100%
നല്ല ഇഖ്ലാസിലും ഉദ്ദേശത്തിലും കൊടുത്തു. ചിലപ്പോൾ അയാളുടെ കണക്ക് കൂട്ടൽ തെറ്റിയിട്ട് അത് വിചാരിക്കാത്തടത്ത് എത്തിയാലും ഇയാൾക്കൊന്നും കുറവ് വരുന്നില്ല. അതേ അവസരത്തിൽ നിർബന്ധമായ സക്കാത്തിന്റെ കാര്യത്തിൽ ഇത് ഐച്ഛികമായ ദാനങ്ങളുടെ സ്ഥിതിയാണ്. നിർബന്ധമായ സക്കാത്തുകൾ അതിന്റെ അവകാശികളിലേക്ക് തന്നെ കൊടുക്കാൻ വളരെയേറെ ശ്രദ്ധ വേണം. അത് അല്ലാഹ് നിശ്ചയിച്ചു തന്ന 8 വിഭാഗങ്ങളിൽ ആർക്കെങ്കിലും കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ കാര്യത്തിൽ കണിശത വേണം എന്ന് പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നിടത്ത് വിവരിക്കുന്നുമുണ്ട്. അപ്പൊ നിയ്യത്തിന് വലിയ പുണ്യുണ്ട്. ഒരാളുടെ ഇഖ്ലാസ് കണക്കാക്കുന്നത് വേറെ ആരുമല്ല, അയാൾക്കാണ് അയാളുടെ ഉദ്ദേശം അറിയുക. അത് പടച്ച റബ്ബ് അറിയുന്നത്. ലോകം എന്ത് പറയട്ടെ, ആളുകൾ എന്ത് പറയട്ടെ, ഒരാളുടെ നിയ്യത്ത് അല്ലാഹല്ലേ അറിയുന്നവൻ, പടച്ച റബ്ബാണ് അറിയുന്നവൻ. ഒരാൾക്ക് നല്ലൊരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം എത്രത്തോളം ഇഖ്ലാസ് ഉള്ളതാണെന്ന് അല്ലാഹ് അറിയും. നബി തങ്ങൾ ഇനിയും വിശദീകരിക്കുന്നത് നോക്കൂ. കർമ്മങ്ങൾ ചെയ്യാതെ തന്നെ ചിലപ്പോ കർമ്മം ചെയ്യുന്നവനെ പോലെ ഒരാളുടെ നിയ്യത്ത് കൊണ്ട് കർമ്മം ചെയ്തവനെ പോലെയുള്ള കൂലി ഒരാൾക്ക് കിട്ടുമെന്ന് അവിടുന്ന് സന്തോഷം പറയുന്നത്. നിങ്ങൾ നോക്കൂ, ദുന്യാവിലതാ 4 കാഴ്ചപ്പാടുള്ള ആളുകളെ അവിടുന്ന് പറയുകയാണ്. അബ്ദിനൊരാൾ റസഖഹുല്ലാഹു മാലൻ വ ഇൽമാ, അല്ലാഹ് ഒരടിമക്ക് പണവും കൊടുത്തു, ഇൽമും കൊടുത്തു. ഒരാൾക്ക് അല്ലാഹ് എന്തൊക്കെ കൊടുത്തു? ഇൽമു കൊടുത്തു, നല്ല അറിവും കൊടുത്തു, ധാരാളം സമ്പത്തും കൊടുത്തു. ആ സമ്പത്തും അറിവും കൊണ്ട് അയാളതാ തന്റെ ഇൽമും ഉപയോഗപ്പെടുത്തിയിട്ട് അതേ അല്ലാഹ് കൊടുത്തതിൽ വളരെയേറെ സന്തോഷത്തോടെ പടച്ച റബ്ബിനോട് സൂക്ഷ്മമായി കൊണ്ട് ജീവിക്കുന്നു. തന്റെ കുടുംബ ബന്ധം ചേർക്കുന്നു. പടച്ച റബ്ബ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി അയാൾ തഖ്വയോടെ നിർവഹിക്കുന്നു. ഇങ്ങനത്തെ ആളുകൾ മഹാഭാഗ്യവാന്മാരാണ്. ഇവര് വലിയ മഹാന്മാരാണ്, വലിയ പദവിയുള്ള ആളുകളാണ്. ഇനി രണ്ടാമത്തെ ഈ ഭാഗത്ത് പറയുന്നു, അബ്ദിനൊരടിമ റസഖഹുല്ലാഹു ഇൽമാ, അല്ലാഹ് ആ മനുഷ്യന് നല്ല ഇൽമു കൊടുത്തിട്ടുണ്ട്. പക്ഷേ വലം യർസുഖുഹു മാലാ, അയാൾ ഫഖീറാണ്, അയാൾക്ക് പണം കൊടുത്തിട്ടുമില്ല. ഫഹുവ സാദിഖുൻ നിയ്യ, എന്നാൽ ആ മനുഷ്യൻ വലിയ ഇഖ്ലാസുള്ള മനുഷ്യനാണ്. അയാളുടെ നിയ്യത്ത് വളരെ സത്യസന്ധമാണ്. യഖൂലു, അയാൾ ഇങ്ങനെ പറയും തന്റെ മനസ്സിനോട്, ലൗ അന്നലി മഹലാ, എനിക്കും മുതലാളിമാര് ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് കാണുമ്പോ എനിക്കും അല്ലാഹ് മുതൽ തന്നിരുന്നുവെങ്കിൽ ലാമിൽതു ബിഅമലി ഫുലാൻ, ആ മനുഷ്യൻ ചെയ്യും പോലെ ഞാനും ഇന്നയാൾ ചെയ്യും പോലെ എനിക്കും ചെയ്യാമായിരുന്നുവല്ലോ, ഞാനും ചെയ്യുക തന്നെ ചെയ്യും എന്നിങ്ങനെ അയാൾ ഇങ്ങനെ പറയും. ഫഹുവ ബിനിയതിഹി, അങ്ങനെയുള്ള മനുഷ്യനതാ അയാളുടെ സദുദ്ദേശം കൊണ്ട് തന്നെ ഫഅജ്റുഹുമാ സവാ, കൊടുത്തവനെ പോലെ അയാൾക്കും കൂലി ഒപ്പമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യന്റെ നിയ്യത്ത് അത് അല്ലാഹ് തീരുമാനിക്കും, വേറുള്ളവരല്ല. ഒരാളിങ്ങനെ പറയും എനിക്കും കിട്ടിയാൽ ഞാനും കൊടുക്കുമായിരുന്നു, ഭംഗിവാക്ക് പറയുന്നതാണോ അല്ലേ എന്നൊക്കെ പടച്ചോനറിയാം. അത് അല്ലാഹ് തീരുമാനിക്കുന്നത്, ലോകത്തൊരു മനുഷ്യന്മാരല്ല. അതുകൊണ്ട് അല്ലാഹ് നോക്കണം ഇയാളുടെ പറയുന്നത് സത്യസന്ധാണോ. പടച്ച റബ്ബിന് ഒരാളുടെ ഭാവി അറിയാം, അവന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു സദുദ്ദേശം ഒരാളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് പ്രതിഫലമാണ്. ഇനിയതാ മൂന്നാമത്തൊരു കക്ഷി, ഒരാള് റസഖഹുല്ലാഹു മാലൻ, അയാൾക്ക് അല്ലാഹ് പണം കൊടുത്തിട്ടുണ്ട്, എന്നാൽ വലം യർസുഖുഹു ഇൽമാ, ഇൽമു കൊടുത്തിട്ടില്ല, പണക്കാരനാണ്, പക്ഷേ ഒരറിവും ദീനിനെ കുറിച്ചില്ല. ഫഹുവ യഖ്ബിതു ഫീ മാലിഹി ബിഗൈരി ഇൽമിൻ, അയാൾ ഒരറിവും കൂടാതെ തന്റെ പണം ഇങ്ങനെ ദൂർത്തടിക്കുന്നു. ലാ യത്തഖി ഫീഹി റബ്ബഹു, പടച്ച റബ്ബിനെ അയാൾ സൂക്ഷിക്കുന്നില്ല. വലാ യസിലു ഫീഹി റഹിമഹു, കുടുംബ ബന്ധം പോലും അയാൾ ചേർക്കുന്നില്ല. വലാ യഅലമു ലില്ലാഹി ഫീഹി ഹഖ്ഖാ, അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്ത അവകാശങ്ങളെ കുറിച്ചും അയാൾ ബോധമുള്ളയാളല്ല. ഫഹാദാ ബിഅഖ്ബസിൽ മനാസിൽ, ഇയാളാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ. ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ തഖ്വല്ലാത്തവന്റെ കയ്യിൽ പണം കിട്ടിയാൽ അവനെ കാണ വൃത്തികെട്ടോ ഇനി വേറുണ്ടാവില്ല എന്നാണ്. തഖ്വല്ലാത്തവന്റെ കയ്യിൽ മുതൽ കിട്ടിയാൽ അവനാണ് ഏറ്റവും വലിയ മോശപ്പെട്ടവൻ. അതേ അവസരത്തിൽ ഇതാ നാലാമതൊരുവൻ, ഒരു ചങ്ങാതി, ഒരു മനുഷ്യൻ, ലം യർസുഖുല്ലാ, അവനല്ല കൊടുത്തിട്ടില്ല, മാലം വലാ ഇൽമാ, അവന് മുതലും കൊടുത്തിട്ടില്ല, ഇൽമും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല, ദരിദ്രനുമാണ്, തോന്നിവാസിയുമാണ്. ഫഹുവ യഖൂലു, അവരെന്നിട്ട് ഇങ്ങനെ മുതലാളി, ഈ വലിയ ദുർമാർഗിയായ മുതലാളി അവന്റെ പണം കൊണ്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത് കാണുമ്പോ ഈ
പാവപ്പെട്ടവനായ മനുഷ്യൻ ഇങ്ങനെ മനസ്സിൽ പറയും, ലൗ അന്നലി മാലാ, അവനെ പോലെ എനിക്കും മുതലുണ്ടായിരുന്നുവെങ്കിൽ ലഅമിൽതു ബിഹി ബിഅമലി ഫുലാൻ, ഈ തമ്മാടിയായ മുതലാളി എന്തൊക്കെയാ സുഖിക്കുന്നത്, എന്തൊക്കെ തോന്നിവാസം, എന്താണ് അയാളുടെ ഒരു ഭാഗ്യം, എനിക്കും പണം കിട്ടിയാൽ ഞാനും അതുപോലെയൊക്കെ അടിച്ചു പൊളിക്കുമായിരുന്നു എന്നയാളെങ്ങാനും ചിന്തിക്കുന്നുവെങ്കിൽ ഫഹുവ ബിനിയതിഹി, അവനവന്റെ ഉദ്ദേശം കൊണ്ട് മാത്രം തന്നെ ഫവിസുറുഹുമാ സവാ, ഈ ദുർവൃത്തനായ മുതലാളിയെ പോലെ ഈ ദീനില്ലാത്ത ഈ ദരിദ്രനും തിന്മയിൽ അവർ രണ്ടാളും തുല്യന്മാരാണ്. ഒന്നാമത്തെ വിഭാഗത്തിന് നിയ്യത്ത് കൊണ്ട് രക്ഷ, രണ്ടാം വിഭാഗത്തിന് നിയ്യത്ത് കൊണ്ട് ശിക്ഷ. ഇത് മനുഷ്യൻ മനസ്സിലാക്കണം. നിയ്യത്തിന് വലിയ പ്രാധാന്യം പടച്ചോൻ. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന ഹദീസുകളുടെ സമാഹാരത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്ത ഹദീസ് എന്താ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. എല്ലാ അമലും അല്ല പരിഗണിക്കുന്നത് പുറമ്പോക്ക് നോക്കിയിട്ടല്ല, പുറത്തേക്ക് അതെന്താ കാഴ്ചക്ക് നോക്കിയിട്ടല്ല, അവന്റെ ഉദ്ദേശമാണ് അല്ല നോക്കുന്നത്. ഓരോ മനുഷ്യനും അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക. അപ്പൊ ഇവിടെയൊക്കെ ഇസ്ലാം പറയുന്ന കാര്യങ്ങളിൽ നിയ്യത്തിനാണ് പ്രധാനം. അതാണ് ഈ ഹദീസിന്റെ ഏറ്റവും വലിയ പ്രമേയം. സ്വതക്ക കൊടുക്കുക എന്ന് മാത്രമല്ല, അത് വളരെ അതീവ രഹസ്യമായി, അത് തന്നെ ഇസ്ലാം പറയുന്നു. രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ചില തത്വങ്ങളുണ്ട്. അതെന്താ? നല്ല മുതലേ കൊടുക്കാവൂ. ഒരുപാട് ഉണ്ടാക്കി വെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ധർമ്മോട് ധർമ്മം ഇല്ല, അത് അല്ലാഹ്ക്ക് വേണ്ട. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബതും, നിങ്ങൾ സമ്പാദിച്ച നല്ലതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ. വമിമ്മാ ഖറജ്നാ ലക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു തന്നവയിൽ നിന്നും, വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന, നിങ്ങളുടെ സ്വത്തിലെ കേടുള്ളത് മാത്രം, ഇങ്ങനെ ചീത്ത മാത്രം ഉദ്ദേശിച്ചു കൊടുക്കാൻ നടക്കരുത്. വലസ്തും ബിആഖിദിഹി ഇല്ലാ അൻ തുഗ്മിളൂ ഫീ, അങ്ങനത്തെ വസ്തുക്കൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങോട്ട് തന്നാൽ നിങ്ങളത് വിഷമത്തോടെ അല്ലാതെ സ്വീകരിക്കില്ലല്ലോ. അങ്ങനത്തത് നിങ്ങൾ അങ്ങോട്ടും കൊടുക്കാൻ പോകാതെ നല്ലതേ കൊടുക്കാവൂ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുവോളം നിങ്ങൾ മുഅ്മിനാവുകയില്ല, നിങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കാനാവില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു പൊതുവായ തത്വം. കുറേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ കൊടുത്താൽ കുറ്റം തീരുന്ന ചിലർ മനസ്സിലാക്കിയത്. പറ്റൂല, വന്ന വഴി ശരിയാവണം, എന്നിട്ട് കൊടുക്കണം. നല്ലതെന്ന് കൊടുത്താലേ അല്ലാഹ് സ്വീകരിക്കൂ. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹ് നല്ലതേ, അല്ലാഹു നല്ലവനാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധമായതല്ലാതെ അല്ലാഹ് സ്വീകരിക്കുകയില്ല. ഇനി മനസ്സിലാക്കേണ്ടത് എന്താ? ബാത്തിലാക്കി കളയുന്ന സ്വഭാവങ്ങളിൽ നിന്നും മാറിപ്പോകണം. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങളുടെ ധർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. ബിൽ മന്നി വൽ അദാ, കൊടുത്തത് എടുത്തു പറഞ്ഞിട്ടും വാങ്ങിയവനെ അതിന്റെ പേരിൽ ദ്രോഹിച്ചിട്ടും. വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു നടക്കുക, അവൻ അതിന്റെ പേരിൽ ഇങ്ങനെ ദ്രോഹിക്കുക. അത് എത്ര കാലം കഴിഞ്ഞിട്ട് പറഞ്ഞാലും ബാത്തിലായി പോകുന്നതാണ്. കൊടുത്തേക്ക് പറഞ്ഞോളന്നൊന്നുമില്ല, ആജീവനാന്തം ഉണ്ടാൻ പാടില്ല. പിന്നെ അത് കൊടുത്തത് എടുത്ത് പറയരുത്, അതൊരിക്കലും പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. എത്ര വൈകിയാലും അള്ളാന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തിട്ട് ഖുർആൻ പറയുന്നത്, സുമ്മലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാദാ, കൊടുത്തത് എടുത്ത് പറയരുത്. ഇത് പറഞ്ഞിട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് കേട്ടോളൂ, വലാ അന്നൽ മന്ന വല്ലദാ വലൗ തറാഖാ അനിസ് സദഖതി വതാല സമനുഹു ദർറ ബിസാഹിബിഹി, ധർമ്മം കൊടുത്തിട്ട് കൊല്ലങ്ങളോളം പിന്നിട്ടതിന്റെ ശേഷമാണ് വെറുതെ എടുത്തു പറഞ്ഞതെങ്കിലും ബാത്തിലാണ്ടായി പോകും. എത്രയോ മുമ്പ് കൊടുത്തതാ, ചെറുപ്പത്തിൽ ഒരാളെ സഹായിച്ചതാ, അതെങ്ങാനും മരിക്കണീന് മുമ്പ് നീ വളരെ കിഴവനായിട്ട് വിളിച്ചു പറഞ്ഞാലും എപ്പോ പറഞ്ഞാലും പണ്ട് കൊടുത്തതാണെങ്കിലും കുറെ കഴിഞ്ഞിട്ടാണ് അത് എടുത്തു പറയുന്നതെങ്കിലും മുണ്ടി പോകാൻ പാടില്ല, ബാത്തിലായി പോകും. ചില ആൾക്കാരിൽ ധർമ്മം കൊടുത്തിട്ട് സഹായിച്ചിട്ട് പറയും, ഞാൻ അന്ന് പാസ്പോർട്ടിന് കഷ്ടപ്പെടുമ്പോൾ 100 രൂപ ഞാനാ കൊടുത്ത്. ഇവര് പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ ബസ്സിന് പൈസ ഇല്ലാതെ അങ്ങനെ അങ്ങാടിയിൽ നിൽക്കായിരുന്നു. ഞാൻ എൻ്റെ പോക്കറ്റിൽ അപ്പോൾ 100 രൂപ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തിട്ട് അവൻ പാസ്പോർട്ട് എടുത്തിട്ട് എന്നിട്ട് അവൻ ഗൾഫിലെത്തിയത് ഇപ്പം വലിയ ആളായി എന്നൊക്കെ ചില ആൾക്കാരെ കുറിച്ച് പറയും. എൻ്റെ പോയി
പിന്നെ നഷ്ടമായി. എത്ര കാലം കഴിഞ്ഞ് എടുത്തു പറഞ്ഞാലും ഒരാൾക്കും ചെയ്തത് എടുത്തു പറയരുത്. അത് കൊടുത്തത് എടുത്തു പറഞ്ഞവനെ വിഷമിപ്പിച്ചാൽ അവന്റെ അഭിമാനം പോയി, ആഖിറത്തിൽ നിന്റെ അഭിമാനം പോയി, നിന്റെ പ്രതിഫലവും പോയി, ബാത്തിലായി പോയി എന്നാണ് അല്ലാഹ് പറയുന്നത്. നല്ല മിനുസമുള്ള പാറപ്പുറത്തൊരിത്തിരി മണ്ണുണ്ടെങ്കിൽ അതിലേക്ക് ശക്തമായ വെള്ളം ഇങ്ങോട്ടടിച്ചാൽ ആ പാറപ്പുറത്ത് പിന്നെ മൺതരി ബാക്കി ഉണ്ടാകുമോ? മിനുസമുള്ള പാറയല്ലാതെ പിന്നെ എന്താ കാണാനുണ്ടാവുക? ഇതുപോലെ ആഖിറത്തിലെത്തിയാൽ നിന്റെ കർമ്മങ്ങൾക്ക് വിലയില്ല, അതെല്ലാം നശിപ്പിക്കപ്പെട്ടു പോയി. അത് വളരെ ഗൗരവമാണ്. കൊടുത്തത് എടുത്തു പറഞ്ഞ് നല്ല നിലക്കാണെങ്കിൽ ആരും പറയൂല, മനുഷ്യന്റെ ഒരു സ്വഭാവത. നല്ല നിലക്കാണെങ്കിൽ ഏയ് ഞാൻ കൊടുത്തൊന്നും ഉണ്ടൂല, നല്ല സ്വഭാവമാണ്. ഇതാ ഹാസമ ഫജറാന്നുണ്ടല്ലോ മുനാഫിക്കിന് ഒരു സ്വഭാവം. തമ്മ് തെറ്റി നോക്കണം, പിന്നെ കൊടുത്ത മുഴുവൻ അടിമാന്തും. ഞാൻ കൊടുത്ത ചോറ് തിന്നോനാ, എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചോനാ, എന്റെ വീട്ടിൽ നിന്ന് എല്ലാ സൗകര്യവും പറ്റിയോനാ, ഞാൻ എന്ന് പറയാൻ തുടങ്ങും. എന്താ പ്രശ്നം? നല്ല നിലക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മോശപ്പെട്ടു വന്ന് അവനോടൊന്ന് തെറ്റി, അവനോട് ഏതെങ്കിലും നിലക്കൊരു അകൽച്ച വന്നാൽ പിന്നെ അതിങ്ങനെ പകഞ്ഞു പൊന്തും. ഏത് നിലക്കാണെങ്കിലും മിണ്ടാൻ പാടില്ല. പ്രതിഫലം വേണമെങ്കിൽ അതാ ഖുർആൻ പറയുന്നത്, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വല്ലദാ. പടച്ചറബ് നാളെ മഹ്ശറിൽ നോക്കൂലാനാണ്. കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്ത 3 വിഭാഗത്തെ എണ്ണിയപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹ് അവരോട് മിണ്ടൂല, അവർക്ക് വലിയ വേദനാജനകമായ ശിക്ഷയും കൊടുക്കും. അതിൽപ്പെട്ട 3 വിഭാഗത്തെ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞത് അൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്നവൻ. കൊടുത്തത് എടുത്തു പറയാൻ അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹിന് അധികാരം ഉണ്ട്. അള്ളാഹിന്റെ ഒരു പേരാ മന്നാൻ, അള്ളാഹിന്റെ ഒരു ഇസ്മാണ് മന്നാൻ. അബ്ദുൽ മന്നാൻ എന്ന് കുട്ടികൾക്ക് പേരിടുന്നില്ലേ? മന്നാൻ എന്ന അള്ളാഹിന്റെ പേര്. അള്ളാഹ്ക്ക് കൊടുത്ത് എടുത്തു പറയാനുള്ള അധികാരമുണ്ട്. അവന് ഞങ്ങൾക്ക് തന്നില്ലേ, ഞാനല്ലേ ആകാശം സൃഷ്ടിച്ചത്, ഞാനല്ലേ നിങ്ങൾക്ക് അന്നം തരുന്നത്, എന്നെ ആരാധിക്കൂ. അള്ളാഹ്ക്ക് പറയാ. വേറൊരു മഖ്ലൂക്കിനത് കൊടുത്തത് എടുത്തു പറയാനുള്ള അധികാരമില്ല. കൊടുക്കുന്നത് ഒരാളിൽ നിന്ന് നന്ദി വാക്കോ അയാളിൽ നിന്നുള്ള പ്രതിഫലമോ മോഹിച്ചുകൊണ്ടല്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഞാൻ നിങ്ങൾക്ക് ആഹരിപ്പിച്ചിട്ടുള്ളത്, ഞാൻ നിങ്ങളെ ആഹരിപ്പിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും മോഹിച്ചുകൊണ്ടല്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് പ്രതിഫലമോ ഒരു നന്ദി വാക്കോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏത് കാര്യവും നാം സൽക്കർമ്മങ്ങളിൽ സ്വതക്കയിൽ പ്രത്യേകിച്ച് അത് വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഇനി സഹോദരന്മാരെ, ചില ഘട്ടങ്ങളിൽ ഇപ്പൊ ഈ ഹദീസിന്റെ പ്രമേയം എന്താണ്? രഹസ്യമായി കൊടുക്കണം എന്നല്ലേ. എന്നാൽ ഇസ്ലാം എപ്പോഴും രഹസ്യമായിട്ടേ സ്വതക്കയ്യാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഖുർആൻ തന്നെ പറയുന്നു, ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ വഇൻ തുഖ്ഫൂഹാ വതുഅതൂഹൽ ഫുഖറാഉ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ ദാനധർമ്മങ്ങളെ പരസ്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അതെത്ര നല്ലതാണ്. ഖുർആനാ പറയുന്നത്, ദാനധർമ്മങ്ങൾ നിങ്ങൾ പരസ്യമായി കൊടുക്കുകയാണെങ്കിൽ അതെത്ര നല്ലതാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, വഇൻ തുഖ്ഫൂഹാ, ഇനി അത് നിങ്ങൾ സ്വകാര്യമാക്കുകയും വതൂതൂഹൽ ഫുഖറാ, ദരിദ്രന്മാർക്ക് നിങ്ങൾ വളരെ സ്വകാര്യമായി കൊടുക്കുകയുമാണെങ്കിലോ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഒരൊറ്റായത്തിൽ രണ്ട് കാര്യവും പറഞ്ഞു. അതുപോലെ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളുടെ ഗുണം പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയാ, പകലിലും അതുപോലെ തന്നെ രാത്രിയിലുമൊക്കെ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവർ. എങ്ങനെ ചെലവഴിക്കുന്നവർ? സിർറൻ, രഹസ്യമായും, വഅലാനിയത്തൻ, പരസ്യമായും. ഒരേ ആയത്തിൽ തന്നെ രണ്ട് കാര്യവും പറയും. അപ്പൊ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ രഹസ്യാക്കണോ, എപ്പോഴും പരസ്യമാക്കണോ? ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളുണ്ട്. പരസ്യമാക്കൽ ശ്രേഷ്ഠമാകുന്ന ചില ഘട്ടങ്ങളുണ്ടാവും. അവിടെ പരസ്യമായി കൊടുക്കലാ നല്ലത്. സ്വകാര്യമായി കൊടുക്കുന്നതിനേക്കാൾ നന്നാവുക പരസ്യമാക്കലാകും. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിർബന്ധ സക്കാത്തൊക്കെ സഹാബത്ത് പരസ്യമായിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് കൊടുത്തിരുന്നു. കാരണം നിർബന്ധമായ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൽ റിയായിന്റെ പ്രശ്നം വരുന്നില്ല. എല്ലാവരും നിസ്കരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് ഒരു റിയാ അധികം വരൂല. അതുകൊണ്ടാ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സുന്നത്ത് നിസ്കാരങ്ങൾ നിങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കണം. കാരണം സുന്നത്ത് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ആ മറ്റുള്ളവർ നോക്കുന്നുണ്ട് എന്നുള്ള പ്രശ്നത്തിന് കൂടുതൽ സാധ്യത. ഫർള് നിസ്കരിക്കുമ്പോൾ എല്ലാവരും നിസ്കരിക്കല്ലേ, ഒരാൾക്ക് മറ്റൊരാളെ നോക്കാൻ നേരണ്ടോ?
ഒരാൾക്ക് മറ്റേ ആളെ കാണിക്കാൻ നേരണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും നിസ്കരിക്കല്ലേ. അപ്പൊ ഫർള് നിസ്കാരം അല്ലാത്തതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം എന്താ? ഈ നിർബന്ധ നിസ്കാരം അല്ലാത്ത സുന്നത്ത് ഇങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് മറ്റോ നോക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഖുശൂഅ്, ഒരു കൂടുതൽ തഖ്വ, ഒരാളെ കാണിക്കല്, അതൊക്കെ പരിണാവുമ്പോൾ അത് ഇല്ലാതായിക്കോളും. അതുകൊണ്ട് വീട്ടിലേക്ക് മാറ്റുക സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതേപോലെ പണ്ഡിതന്മാർ പറയാണ് നിർബന്ധ സക്കാത്ത് എല്ലാവരും കൊടുക്കേണ്ടതാണ്. അതിപ്പോ എല്ലാവരും ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിലൊരു റിയായിന്റെ ആവശ്യം വരുന്നില്ല. മാത്രല്ല സഹാബിമാർ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിർബന്ധമായ സക്കാത്ത് പിരിക്കാൻ ഏൽപ്പിക്കുന്ന സ്ഥലത്ത് ആ ധർമ്മം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ നബി തങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി ഫുലാൻ, ഇന്നയാളുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അങ്ങനെ എന്റെ വാപ്പ സക്കാത്തുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ സക്കാത്ത് അവിടെ സ്വീകരിച്ച് വെച്ചിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി അബി ഔഫ, അബൂ ഔഫയുടെ കുടുംബത്തിന്റെ മേൽ നീ ഗുണം ചെയ്യണേ റബ്ബേ, ഇതിങ്ങനെ ദുആ ചെയ്തു. അപ്പൊ അങ്ങനത്തതൊക്കെ പരസ്യമായിട്ട് അവരല്ലേ എല്ലാവരും കൊടുക്കുള്ളൂ. ആ നിലക്കുള്ള കാര്യത്തിന് അങ്ങനെ ചെയ്യാം. ഇനി രണ്ടാമത്തെ വശം ഏതാണ്? പൊതുകാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കിട്ടുക എന്ന സദുദ്ദേശത്തോടു കൂടി പരസ്യമായി കൊടുക്കാം. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. താൻ സ്വകാര്യമായിട്ട് കൊടുത്താൽ താനല്ലേ അറിയുള്ളൂ, എല്ലാവരും അറിയട്ടെ. എന്തിന്? ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്നറിയാനല്ല. ഇതൊരാവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ ഇത് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാനൊന്നാണ് തുടക്കം കുറിച്ചാൽ എല്ലാവരും കൊടുത്തോളൂലോ എന്ന നിലക്ക് സദുദ്ദേശം അല്ലാഹ്ക്കറിയാം. നിയത്ത് അല്ലാഹയാണല്ലോ കാണുന്നത്, അവനാണല്ലോ മനസ്സിലാക്കുന്നത്. ഒരാൾക്കും തിരിയാത്തൊരു കേന്ദ്രത്തിലേക്ക് കണ്ണ് കൃത്യമായി പതിയുന്നവനാണല്ലോ സർവശക്തനായ റബ്ബ്. ഹൃദയങ്ങളിൽ ഒളിച്ചു വെക്കുന്നതൊക്കെ പടച്ച റബ്ബിനറിയാം. അതുകൊണ്ട് അല്ലാഹനെ പറ്റിക്കാൻ ഒരാൾക്കും കഴിയൂലല്ലോ. അതുകൊണ്ട് ഈ ഒരു സദുദ്ദേശത്തോടുകൂടി ഒരാൾ ധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് പരസ്യമാക്കലാണ് നല്ലത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. ഹദീസിന്റെ പദങ്ങൾ ഞാൻ സമയപരിമിതി കൊണ്ട് വായിക്കുന്നില്ല. സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ ഒരു പകൽ നേരത്തെ അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതാ അവിടേക്കൊരു പാവപ്പെട്ടവരായ മനുഷ്യന്മാര് കയറി വന്നു. അവരുടെ കോലം പറയുകയാണ്, കാലിൽ ചെരിപ്പ് ധരിക്കാനില്ല, ഉള്ള വസ്ത്രം പോലും മര്യാദ കൊടുക്കാനില്ലാതെ, പലപ്പോഴും വളരെ അവിടെവിടെയായി ശരീരത്തിൽ വസ്ത്രം എവിടെയൊക്കെ ചുരുട്ടിക്കെട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും വസ്ത്രം ധരിക്കാൻ അവരുടെ കയ്യിൽ വസ്ത്രമില്ല. വളരെ പാവങ്ങളാണ് കയറി വരുന്നത്. മുദർ ഗോത്രക്കാരാണ് കയറി വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖം വല്ലാണ്ടയായി. എന്റെ ഉമ്മത്തിലെ ആളുകളുടെ സ്ഥിതി ഓർത്ത് അവിടുത്തേക്ക് എപ്പോഴും സങ്കടമാണല്ലോ. ഈ പരമദരിദ്രരായ പാവപ്പെട്ട കുറെ ആളുകൾ ഇങ്ങോട്ട് കയറി വന്നത് കണ്ടപ്പോൾ, അവരുടെ വേഷഭൂഷാദികൾ കണ്ടപ്പോ ഒറ്റ നോട്ടത്തിൽ തന്നെ ഹബീബിന്റെ കണ്ണുനീരൊലിക്കുകയാണ്. അവിടുത്തെ മുഖം വല്ലാതെയായി. ഉടനെ അവിടുന്നതാ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ളുഹറിന്റെ സമയമാണെന്നാ വേറെ റിപ്പോർട്ടിലുള്ളത്. ബാങ്ക് വിളിക്കാൻ കൽപ്പിക്കുന്നു, ഇഖാമത്തും വിളിക്കുന്നു, നിസ്കാരം കഴിയുന്നു. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു പ്രസംഗം നടത്തുകയാണ്. ആ ളുഹറിന്റെ ശേഷം സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ സദസ്സിൽ വെച്ച് ആയത്തുകൾ ഓതി, ഹംദും സലാത്തും ഒക്കെ പറഞ്ഞു. അതേ പടച്ച റബ്ബിനെ സൂക്ഷിക്കേണ്ടതിന്റെ മഹത്വങ്ങൾ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്ത് ഓതി. അതുപോലെ തന്നെ സൂറത്തുൽ ഹശ്റിലെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ആയത്ത് ഓതി. അതൊക്കെ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തസദ്ദഖൂ, ധർമ്മം ചെയ്യണേ. കണ്ടില്ലേ, പാവങ്ങളെ കണ്ടില്ലേ, ഇവരുടെ കാര്യം നിങ്ങളൊക്കെ കാണുന്നില്ലേ? ധർമ്മം ചെയ്യൂ. ഉള്ളവരവന്റെ ദീനാറിൽ നിന്ന്, ദിർഹമിൽ നിന്ന്, വസ്ത്രത്തിൽ നിന്ന്, കാരക്കയിൽ നിന്ന്, ഗോതമ്പിൽ നിന്ന്, ബാർലിയിൽ നിന്ന് എന്താണുള്ളതെങ്കിൽ കൊടുത്ത് സഹായിക്കൂ. ഇവരുടെ സ്ഥിതി കാണുന്നില്ലേ നിങ്ങളൊക്കെ? എത്രത്തോളം ഒന്നുമില്ലെങ്കിൽ വലൗ ബിശിഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ലേ ഈ പാവങ്ങളുടെ സ്ഥിതി കണ്ടില്ലേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആരും അനങ്ങുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ അൻസാരികളുടെ കൂട്ടത്തിൽ ഒരാൾ വേഗം ഓടിപ്പോയിട്ട് അയാളെ വീട്ടിൽ പോയിട്ട് അയാളുടെ
കയ്യിൽ ഏറ്റാൻ അയാൾക്ക് കഴിയുന്നില്ല. അത്രത്തോളം ഒരു വലിയ കിഴി കൊണ്ടുവന്നു. പൊന്നാണെന്നും വെള്ളിയാണെന്നും റിപ്പോർട്ടുകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അയാൾക്ക് താങ്ങാനാവാത്ത, അയാളുടെ കൈ കൊണ്ട് പൊക്കാൻ കഴിയാത്തത്ര പ്രയാസപ്പെട്ടിട്ട് അയാൾ കൊണ്ടുവരുന്നത്. അതേ, അത് കൊണ്ടുവന്ന് നബി തങ്ങളെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. നബിയെ, ഇത് ഇവർക്കുള്ള സ്വതക്കയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ള സംഭാവനയാണ്. ആ അൻസാരിയായ സ്വഹാബി അതിന് തുടക്കം കുറിച്ചത് കണ്ടപ്പോൾ ആളുകളൊക്കെയും അത് തുടരാൻ തുടങ്ങി. ചുരുക്കം ആളുകളൊക്കെ അവരവരുടെ വീടുകളിലേക്ക് ഓടാൻ തുടങ്ങി. ഓടിപ്പോയിട്ട് കിട്ടിയവർ കൊണ്ടുവരികയാണ്. ഓരോരുത്തരും ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ കയ്യിൽ കിട്ടിയതൊക്കെ കൊണ്ടുവരികയാണ്. ഭക്ഷണം കൊണ്ടുവന്നവരുണ്ട്, വസ്ത്രം കൊണ്ടുവന്നവരുണ്ട്, പൊന്നു കൊണ്ടുവന്നവരുണ്ട്, പലതുമായിട്ട് ആ പള്ളിയിൽ പിന്നീട് നോക്കുമ്പോൾ 2 കൂനകൾ തന്നെ പ്രത്യക്ഷപ്പെട്ടു. ധർമ്മത്തിന്റെ ആധിക്യം കാരണത്താൽ മദീനത്തെ പള്ളിയിലതാ സംഭാവന കുമിഞ്ഞുകൂടി. എത്രത്തോളം അത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അതിങ്ങനെ സ്വർണ്ണ തിളക്കം പോലെ ശോഭിക്കുന്നു. എന്റെ കുടിയിൽ കൊണ്ടുപോകാൻ കിട്ടി എന്നുള്ള അയാൾക്കല്ല, ഇഷ്ടം പോലെ എനിക്ക് കിട്ടി എന്നുള്ള നിലക്കല്ല. എൻ്റെ പാവങ്ങൾ, എൻ്റെ ഉമ്മത്ത്, എൻ്റെ കഷ്ടപ്പെടുന്ന ഉമ്മത്തിന് കിട്ടിയല്ലോ, അവർക്ക് കിട്ടിയല്ലോ എന്ന സന്തോഷം, അവരുടെ ദുഃഖം കണ്ടപ്പോൾ വിളറിയ മുഖമുണ്ടായ പ്രവാചകന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ മുഖത്ത് ആ തെളിമ, ആ ശോഭ ഞാൻ കാണുകയുണ്ടായി എന്ന് സ്വഹാബത്ത് പറയാം. ഇങ്ങനെ ധാരാളം ധർമ്മം കണ്ട് കിട്ടിയപ്പോൾ അള്ളാന്റെ റസൂൽ അവിടെ വെച്ചൊരു കാര്യം പറഞ്ഞു. ഇസ്ലാമിൽ ഒരു നല്ല കാര്യത്തിന് ആരെങ്കിലും തുടക്കം കുറിച്ചാൽ അത് ചെയ്തവന്റെ കൂലി മാത്രമല്ല, അവന്റെ പ്രവൃത്തി കണ്ടിട്ട് ആരൊക്കെ അതിനെ തുടർന്നുകൊണ്ട് അക്കാര്യം ചെയ്തുവോ അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ കൂലി അവർക്കൊട്ടും കുറയാതെ ഈ തുടക്കം കുറിച്ച വ്യക്തിക്ക് കിട്ടുന്നതാണ്. കണ്ടോ എന്തായെന്ന് മനസ്സിലാക്കാനുള്ളത്? ഈ സ്വഹാബി തുടക്കം കുറിച്ചപ്പോൾ എല്ലാവർക്കും അതൊരു പ്രചോദനമായി. അങ്ങനെ എല്ലാവരും കൊടുത്തു. അവരൊക്കെ കൊടുത്ത സ്വതക്കയുടെ കൂലി ഈ തുടക്കക്കാരനായ മനുഷ്യന് കിട്ടുകയാണ്. എല്ലാവരും സ്വതക്കയുടെയും കൂലി അവർക്കൊട്ടും കുറയാതെ ഈ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് അതിന്റെ മഹത്വം! ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിച്ചു. അതിന്റെ മറുവശവും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മോശപ്പെട്ട കാര്യത്തിന് ഒരാൾ തുടക്കം കുറിച്ചു. അയാൾ തുടക്കം കുറിച്ച് കണ്ടപ്പോൾ എല്ലാവരും മോശപ്പെട്ട കാര്യത്തിനാണ് പിന്നാലെ കൂടി. എങ്കിൽ ആ മോശപ്പെട്ട കാര്യം ആരൊക്കെ ഖിയാമത്ത് നാൾ വരെ ചെയ്തോ അവരൊക്കെ ചെയ്തതിന്റെ പാപഭാരം അവർക്കൊട്ടും കുറയാതെ ഈ തിന്മയുടെ തുടക്കക്കാരന്റെ പെരടിയിൽ വരും. രണ്ടുണ്ട്. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാട്ടിലില്ലാത്ത മാമൂലുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തോന്നിവാസങ്ങളും അശ്ലീലതകളും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും തുടക്കം കുറിക്കുന്നവർ ഓർത്തോ, മരിച്ചുപോയാലും ആരൊക്കെ ആ തിന്മയുടെ വക്താക്കളായോ അവരൊക്കെ ചെയ്യുന്ന തെമ്മാടിത്തത്തിന്റെ ശിക്ഷ നമ്മുടെ ഖബറിലും വരും. അവർക്കൊട്ടും കുറയൂല. മനസ്സിലാക്കണതൊക്കെ ഗൗരവമുള്ള ഒരുപാട് വിശദീകരിക്കേണ്ട ഹദീസുകളാണ്. നമ്മൾ മനസ്സിലാക്കണം. വീട്ടിലൊരു TV വെച്ച് കൊടുത്തു, എന്നിട്ട് നമ്മൾ കയറിപ്പോന്നു. സാർവ തോന്നിയാസങ്ങളും ചാനലുകളും അതിൽ അരിച്ചരിച്ച് നിങ്ങൾ വീട് ഇങ്ങ് വാങ്ങിക്കൊടുന്നപ്പോൾ പറഞ്ഞാൽ എന്താ, ന്യൂസ് കാണാൻ. എന്നിട്ട് ന്യൂസ് അതിൽ കാണൂല. ന്യൂസ് കാണുന്ന നേരത്ത് മാത്രം പെണ്ണുങ്ങൾ അടുക്കളയിൽ അരി ഇളക്കാനൊക്കെ പോകും, കറി നുറുക്കാനൊക്കെ പോകും. കാരണം അപ്പൊ കാണണ്ട, സീരിയലിന്റെ നേരത്ത് വന്നിട്ടിരിക്കും മുമ്പിൽ. അങ്ങനെ മോശപ്പെട്ടതിന് നിങ്ങൾ തുടക്കം കുറിച്ചു, നിങ്ങൾ കയറിപ്പോന്നു. നിങ്ങളും മരിച്ചാലും ആ വസ്തുവിൽ നിന്ന് ആ രൂപത്തിലുള്ള തെമ്മാടിത്തന്മാരൊക്കെ കണ്ട് എന്തൊക്കെ ദുസ്വഭാവത്തിന്റെ അടിമകളായി പോയോ അവരുടെ ഒക്കെ തിന്മകളുടെ ഫലം, ശിക്ഷ നിങ്ങൾക്കും വരികയാണ്, അവർക്കൊട്ടും കുറയാതെ. അതേ അവസരത്തിൽ നിങ്ങളൊരു നല്ല കാര്യത്തിന് തുടക്കം കുറിച്ചു, ഒരു LCD വാങ്ങിക്കൊടുത്തു, CD-കൾ കാണാൻ സംവിധാനങ്ങൾ. അങ്ങനെ അയാൾ നന്നാവുകയാണ്. ഒരു മനുഷ്യൻ CD-കളും കാസറ്റൊക്കെ ഇട്ട് നന്നാവുക. അയാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ നമ്മുടെ അക്കൗണ്ടിലേക്കും വരും. വളരെയേറെ ഗൗരവമുള്ള കാര്യമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? ചിലത് നമ്മൾ പരസ്യമായി കൊടുക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. അതെന്താ? ഇങ്ങനെ ആളുകൾക്ക് പ്രോത്സാഹനമാകാൻ വേണ്ടി അവിടെ രഹസ്യമായിട്ട് അള്ളാന്റെ റസൂലിനോട് പതുക്കെ പോയിട്ട് നബിയെ എൻ്റെ വകത്ര എന്ന് ആരും അറിയാതെ കൊടുത്താൽ മറ്റേ ആളുകൾക്കൊന്നും അതൊരു പ്രോത്സാഹനാവില്ല. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളെ കണ്ടറിഞ്ഞ് പരസ്യമാക്കുകയാണെങ്കിൽ അതാണല്ലോ പറയുന്നത്, ഇൻ തുബ്ദു സ്വദഖാതി ഫനിഇമ്മാ ഹിയ.
ധർമ്മങ്ങൾ നിങ്ങൾ പരസ്യപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അതെത്ര നല്ലതാണ്. അതിന്റെ സന്ദർഭമുണ്ട്. അതേ അവസരത്തിൽ ചില ഘട്ടങ്ങളിൽ സ്വകാര്യമാക്കി കൊടുക്കലാകും പരസ്യമായി കൊടുക്കണേക്കാണ് ഖൈർ. അതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത്തരം ചില ഘട്ടങ്ങളുണ്ട്. അതെന്താ? ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു സംഭാവനയാണ്, ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കൊടുക്കുകയാണ്. അത് പരസ്യമായി കൊടുക്കാതിരിക്കലാ വേണ്ടത്. കാരണം അയാൾക്കൊരു അഭിമാനമുണ്ട്. ചില ആൾക്കാരുണ്ട്, ആട് വിതരണം നടത്തുന്നു, ആടിന്റെ കയറ് ഇയാളുടെ കയ്യിൽ, മറ്റേ തല മറ്റേ ആളുടെ കയ്യിൽ, അങ്ങനെ വാങ്ങുന്നു, ക്ലിക്ക് ഫോട്ടോ. ഈ മനുഷ്യൻ അവഹേളിക്കപ്പെടുകയാണ്. ഇപ്പം അങ്ങനെ വാങ്ങുന്നത് ഇങ്ങനെ, മറ്റോ അങ്ങനെ കൊടുക്കണം, മറ്റോ അങ്ങനെ വലിയ നേതാവായിട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ വലിയ ആളായിട്ട് ഓനിങ്ങനെ പത്രത്തിൽ വലിയ ഒരു സാധു അതിങ്ങനെ വാങ്ങണം, ചുളുങ്ങി നിൽക്കണം. നോക്കണം, അയാളുടെ ഇഫത്ത്, അയാളുടെ അന്തസ്സ്, അയാളുടെ അഭിമാനം അത് തകരുകയാണ്. അത്തരം ഘട്ടങ്ങളിൽ സ്വകാര്യമായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. സ്വകാര്യ ഒരു വ്യക്തിയുമായി കണക്ട് ചെയ്യപ്പെടുമ്പോൾ, ഒരു വ്യക്തിയാണ്, കുറെ ആളുകളല്ല, ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയാകുമ്പോൾ ആ നിലയ്ക്ക് അത് അവഹേളിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചില ആളുകൾ, വലിയ അഭിമാന ബോധമുള്ള ആളുകൾ ഉണ്ടാവും. അവർക്കത് പരസ്യമായിട്ട് കൊടുക്കുന്നത് വേറുള്ളവരെ അറിയണം എന്ന് അയാൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഞാനൊരാളെടുത്ത് വാങ്ങിയത് വേറൊരാൾ അറിയുന്നൊരു ഇഷ്ടം ഉണ്ടാവില്ല. കാരണം ഖുർആൻ അത്തരക്കാരെ കുറിച്ച് പറഞ്ഞതെന്താ? യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിന തഅഫുഫി തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. ജാഹിലുകൾ വിചാരിക്കും അവരെ കാണുമ്പോൾ അവനൊക്കെ വലിയ മുതലാളിയാണെന്ന്. കാരണം അവൻ അവന്റെ പ്രയാസങ്ങൾ ഒരാളോടും പറയൂല. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. ആളുകളോട് അവന്റെ വിഷമം അവൻ പറയൂല. അത്തരം ആളുകള് അവരെ ഇസ്സത്തും ഇഫത്തും അവർ വല്ലാതെ സൂക്ഷിക്കുന്നവരായിരിക്കും. അവരെ പരസ്യമായി കൊടുത്തവർ അവഹേളിക്കരുത്. മുൻഗാമികളായ നേതാക്കൾ ആ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. വളരെയേറെ ശ്രദ്ധിച്ച ചരിത്രം